പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യൂദാസ്ലീഹയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി നന്ദി നന്ദി. കേൾക്കുമ്പോൾ തന്നെ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. ഇത് കേൾക്കുന്ന മക്കള് കർത്താവേ, അവർ വരട്ടെ, തടസ്സമില്ലാതെ ജൂലൈ 3 ധ്യാനത്തിലേക്ക് കർത്താവെ അവർ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി 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 നന്ദി. സ്നേഹമുള്ളവരെ, ഇന്ന് യൂദാസ്ലീഹ വ്യാഴാഴ്ച യൂദാസ്ലീഹയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മകള്, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 10-13-14 10-15 എനിക്ക് ഓർക്കുന്നില്ല ശരിക്കും, അതായത് 10 വർഷത്തിന് മേലെയായിട്ടുണ്ട്. 10 വർഷത്തിന് മേലെയായിട്ടുണ്ട്. ഒരു നല്ല കുടുംബമാണ് കേട്ടോ. നല്ല അമ്മ, 2 സഹോദരിമാർ, 2 പേരും നഴ്സുമാരാണ്. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ അറിവുള്ളവരൊക്കെ എക്സാം പാസ്സാവാതെയും അതോടൊപ്പം തന്നെ വിസയ്ക്ക് തടസ്സപ്പെട്ടു, അങ്ങനെയൊക്കെ ഒത്തിരി പേരില്ലേ, ജോലി തടസ്സങ്ങൾ, അവർ കൊണ്ടുവരിക. അവർ പെട്ടെന്ന് വരില്ല മക്കളെ, പെട്ടെന്ന് വരില്ല. കാരണം നിങ്ങൾ വന്നാൽ അനുഗ്രഹം പ്രാപിക്കും. വരുന്നത് ദൈവത്തിൻ്റെ വീട്ടിലേക്കാണ്. ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അപ്പോൾ പ്രാർത്ഥിക്കാണ്ട് ആരും ഇവിടെ വരുമെന്ന് നിങ്ങൾ തോന്നണ്ട. ഇവിടെ എത്തിയാലും പ്രാർത്ഥിക്കണം. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കും വേണ്ടി അവർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെയായിട്ട് കാര്യങ്ങൾ. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, അവരാദ്യം വന്നു. നല്ലൊരു അമ്മയാണ്, നല്ല വരദാനമൊക്കെ കിട്ടിയ അമ്മ. അവർ കുടുംബം അടക്കം ധ്യാനം, അല്ല സഹോദരൻ ഒഴികെ ബാക്കി എല്ലാവരും ധ്യാനത്തിന് വന്നു. അപ്പോൾ ഈശോയെ നന്ദി 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 നന്ദി. ആ മകള് നല്ല ഈശോയുടെ നല്ലൊരു ഭര്യഭക്തിയാണ് ഉള്ളവളാണ് അവള്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അവൾ ധ്യാനത്തിൽ വന്നു. അവൾക്ക് എത്ര പെട്ടെന്ന് പുറത്തു പോകണം എന്നുള്ളൊരാഗ്രഹം വെമ്പൽ കൊള്ളുന്ന ഒരു സമയമായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. വിദൂരത്തുനിന്നാണ് വരുന്നത്, വേറെ സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ ഇവിടെ നിന്നൊന്നും അല്ല. എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾക്ക് തന്നെ ചില പറയും, ദൂരമല്ലേ ബ്രദറേ എന്ന് പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരിക്ക് ഒരു നല്ല കൊച്ചം, മാതാവിൻ്റെ ഒരു നല്ലൊരു ഭക്തിയാണ് അവൾക്ക് യൂറോപ്പിലേക്ക് ഒരു സ്ഥലത്തേക്ക് എന്നോട് ഞാൻ പറഞ്ഞു, അതിന് പോകണ്ട, അതിന് നിൽക്കണ്ട, ചെയ്യാൻ പറ്റൂല, അത് പോകണ്ട. പോയ തന്നെ അത് കളിപ്പിയിലാണ്, പോയ തന്നെ അത് വേറെ രീതിയിലേക്കേ വരുള്ളൂ. അതുകൊണ്ട് ഈശോയുടെ മക്കളെ, നീ അതിന് പോകണ്ട. പക്ഷെ അവളത് ചെയ്തു കഴിഞ്ഞപ്പോൾ നിരന്തരം മാസങ്ങൾ കാര്യങ്ങളായി, ഒരു രക്ഷയില്ല, നടക്കൂല. അങ്ങനെ നടക്കാതെ വന്നപ്പോൾ കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടികളാവുന്നു. ബ്രദർ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ തന്നെ ദൈവം കൊടുക്കുന്നു. ടാസ്ക് ഉണ്ട് അതിനകത്ത്, എന്നാലും ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിഗണിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞു. പിന്നെ അവൾക്ക് അമേരിക്കയിലാണ് ഹസ്ബൻഡിൻ്റെ വീട്. അമേരിക്കയിൽ പോകണമെങ്കിൽ, ജോലി ചെയ്യണമെങ്കിൽ 6 എക്സാം എഴുതണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ പരീക്ഷ. ഈ സാക്ഷി നിങ്ങൾ ഒരുപക്ഷെ കേട്ടാൽ, അവൾ ലൈവായിട്ട് വന്ന് സാക്ഷി പറയേണ്ട കാര്യമുണ്ടോ? വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ധ്യാനത്തിന് വന്നപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. അർച്ചന എന്നാണ് അവളുടെ പേര്. അർച്ചന ബെഞ്ചമിൻ ഹസ്ബൻഡിൻ്റെ പേര്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ അവൾ RN പഠിക്കുന്നു. RN പഠിച്ചിട്ട് RN എക്സാമിന് ബ്രദർ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുത്തു. ബ്രദർ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതമാകട്ടെ, അവൾക്ക് നന്നായിട്ട് RN എക്സാം അവൾ എഴുതി. പകുതിയായി കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് പോലെ വന്നപ്പോൾ, 5 മണിക്കൂറാണ് എക്സാം ടൈം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, വേഗം വാഷ്റൂമിലേക്ക് പോയി. ആ വാഷ്റൂമിൽ മുട്ടുകുത്തി നിന്ന് അവൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം എന്നെ അപ്പാപ്പ വിളിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അവൾ എഴുതി. ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾ മാത്രമേ ഇത്രയും കാലമായിട്ട് ഫസ്റ്റ് അറ്റൻഡിൽ പാസ്സായിട്ടുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ അവൾ പോകുന്നു. എവിടെ? US പോകുന്നു. US പോകുന്നു. ടെക്സസിലാണ് അവൾ. ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള വീട് തന്നെ. 12,000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഹസ്ബൻഡിൻ്റെ ഏക മകനാണ്. അങ്ങനെ എന്നാലും അവർക്ക് കുറേ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാറ് മേടിക്കണം. നല്ല അടിപൊളി കാറ് കർത്താവ് കൊടുക്കുന്നു. ICUയിൽ തന്നെ ജോലി കിട്ടുന്നത്. ICUയിൽ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ICUയിൽ കിട്ടുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ, അതൊരു മെസ്സേജ് ഉണ്ടായി. അത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഓക്കെ. അങ്ങനെ 3,65,00,000 രൂപയ്ക്ക്. അപ്പോൾ അവൾ പറഞ്ഞു, ബ്രദറിൻ്റെ ഒരു വാക്ക്, ബ്രദർ പറഞ്ഞാൽ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ അവിടെ ചെയ്തോ, അത് ഓക്കെ. അത് കിട്ടുന്നു. അത്
ആ വീട് മേടിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ആ സായിപ്പിനെയും കൊണ്ട്, സായിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി തന്നെയാണ്, പക്ഷെ ജനിച്ച് വളർന്നത് അവിടെയാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനവും കൂടി. ആ ധ്യാനത്തിലൂടെ തന്നെ നല്ലൊരു ടേണിംഗ് പോയിന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവൾക്കൊരു കൊച്ചിനെ വേണമെന്ന് ആഗ്രഹം. പക്ഷേ മറ്റവന് അത്ര താല്പര്യമില്ലല്ലോ. വേഗം ഞാൻ പ്രാർത്ഥിച്ചു, എത്രയും പെട്ടെന്നൊരു മോളെ ആണ് കർത്താവ് കൊടുക്കണത്. അതേ മോളെ കർത്താവ് കൊടുത്തു. അല്ലെങ്കിൽ അപ്പം എല്ലാം ദൈവം തരികയാണ്. അപ്പം നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ ദൈവം നമുക്ക് തരും. പക്ഷെ അതുങ്ങൾ നല്ല മനസ്സാണ് കേട്ടോ. അപ്പം മരിച്ചുപോയി. അപ്പനും അമ്മയും സഹോദരിമാരും സഹോദരനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല ദൈവത്വം, നല്ല കൃപയും. വിശുദ്ധ യൂദാസ്ലേഹായെ വിസയുടെ തടസ്സമായി നിൽക്കുന്ന സകല മക്കൾക്ക് വിസ കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവെ, തൊടുപുഴയിൽ നിന്ന് കഴിഞ്ഞ ധ്യാനത്തിന് വന്ന ആ മകൾക്ക് എത്രയും പെട്ടെന്ന് അയർലൻഡിലേക്കുള്ള പേപ്പർ ശരിയായി കൊടുക്കണമേ കർത്താവേ. കഴിഞ്ഞ ധ്യാനത്തിന് വന്ന വ്യാപാരങ്ങളിലെ നഷ്ടവും ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന സഹോദരിമാർ കഴിഞ്ഞ ധ്യാനത്തിന് വന്ന അവർക്കും നല്ല ബിസിനസ്, നല്ല സമ്പത്ത് കൊടുക്കണമേ. അവരുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ ധ്യാനത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. ദൈവമേ, ഈ ജോലിയില്ലാതെ വേദനിക്കുന്ന സകല മക്കൾക്ക്, കൃഷിപ്പണിക്കാർ, കടൽപ്പണിക്കാർ, കൂലിവേലക്കാർ, വാഹനങ്ങൾ ഓടിക്കുന്നവർ, നിത്യം ഒരു തൊഴിലില്ലാതിരിക്കുന്ന മക്കൾ, ഫ്ലൈറ്റ് ഓടിക്കുന്നവർ, കപ്പൽ ഓടിക്കുന്നവർ, അവിടെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണം. സ്തുതിക്ക് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യൂദാസ്ലേഹായെ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞവളേ, മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, പരിശുദ്ധ കന്യ മാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെ നിന്നും പ്രാർത്ഥിക്കണമേ തായേ, നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കട്ടോ, അവരുടെ സബ്സ്ക്രൈബ് ചെയ്യിക്കട്ടോ, അവർക്ക് ലൈക്ക് അടിപ്പിക്കട്ടോ. നിങ്ങൾ ചെയ്യുക, എന്തെങ്കിലും കമന്റ് എഴുതുക. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.